എടാ ശ്രീകുട്ട, സാറേ ശ്രീകുട്ട, അറിഞ്ഞ നിന്റെ സന്ധ്യയെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് SP സാറാ. SP സാറ് തന്നെയാണ് അവളവിടെ താമസിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. SP-യോ? എന്തിന്? അതെ, പാവപ്പെട്ട അനാഥ കുട്ടികളെ പഠിപ്പിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് നീ ഇവിടെ കൊണ്ടുവന്ന് വലിയ ന്യൂസ് ആക്കിട്ട് വിളംബരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബാമയും കൊണ്ട് നടക്കുന്നതിനാ? അവൾ അനാഥയാ? ബാമ വെറുതെ ഇല്ലാത്ത പറഞ്ഞ് സത്യാക്കാൻ നോക്കണ്ടോ. അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവർക്ക് പ്രേമില്ലെങ്കിൽ SP സാർ എന്തിനാ ഈ ബാമയും കൊണ്ട് കോമ്പളാനി കിടന്ന് കറങ്ങുന്നത്? കോംപ്ലാനും കുടിച്ചിട്ട് കറങ്ങുന്നു? കോമ്പളാനെ കുടിച്ച് കറങ്ങണല്ല, കോമ്പളാൻ ഷോപ്പിംഗ് കോമ്പളാനി കിടന്ന് കറങ്ങുന്നത്. ഷോപ്പിംഗ് കോംപ്ലാൻ അല്ല, ഷോപ്പിംഗ് കോംപ്ലക്സ്. ഓ സോറി. കണ്ട വാ. ദേ ആ കണ്ണട വെച്ച് ശരിക്കും നോക്കിയേ, അത് SP-യും ബാമയും തന്നെയാണോന്ന്. കണ്ടാ? നമ്മൾ നോക്കിയപ്പോ അവള് മാറിക്കളഞ്ഞ കണ്ടാ? എനിക്ക് തോന്നുന്നത്. നിനക്ക് തോന്നും, പെണ്ണുങ്ങളെ കാണുമ്പോ നിനക്ക് അങ്ങനെ പലതും തോന്നും. SP-നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. എന്തറിയാനാ ഇവിടെ വന്ന് ഒളിച്ചു നിക്കണേ? SP-ക്ക് എന്നോട് പ്രേമുണ്ടോന്ന് അറിയാനാ? എന്നാ അറിഞ്ഞോളൂ, എനിക്ക് SP-യോട് ഉള്ളതുപോലെ ഇപ്പൊ SP-ക്ക് എന്നോട് കടുത്ത പ്രേമ. ഇപ്പൊ എന്തായി? പ്രേമാണെന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ? പിന്നെ ആരാ പറയണത്? SP-യോ? പറയിക്കണെങ്കിൽ SP-യെ കൊണ്ട് ഞാൻ പറയിക്കാം. പോരെ? ദേ അവിടെ വന്ന് നിൽക്കുന്നത് ആരാണ് നോക്കിയേ? ഇവരെന്താ ഇവിടെ നിൽക്കുന്നത്? അത് വേറൊന്നുമല്ല, SP സന്ധ്യയുടെ സ്പോൺസർ ആണെന്നുള്ള കാര്യം ഞാനും കുരുവിയും എത്ര പറഞ്ഞിട്ടും അവർ രണ്ടും അത് വിശ്വസിക്കുന്നില്ല. അത് SP തന്നെ നേരിട്ട് പറയണമെന്ന് അവർ പറയുന്നത്. അയ്യോ, ഇല്ലെങ്കിൽ അവരെന്നെ സംശയിക്കും. പ്ലീസ്. എന്താ നിങ്ങൾക്ക് സംശയം? ഭാമ പറഞ്ഞത് മുഴുവൻ സത്യ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പോ അത് മറച്ചു വെച്ചിട്ടെന്താ കാര്യം? ഇനിയിപ്പോ വിശ്വസിക്കാലോ കുരുവിക്ക്. എന്താ കൊണ്ടു തള്ളിപ്പോയോ? നമ്മൾ തമ്മിലുള്ള പഴയ ബെറ്റ് മറക്കരുത്. പക്ഷേ അത് ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് മതി. കുരുവി പൊക്കളരുത്. ഞങ്ങളുടെ കല്യാണ സദ്യ കൂടി ഉണ്ടിട്ടേ കുരുവി പറന്നു പോകാവൂ. കുരുവി കുരുവി അത് ശരി.